അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്ഷ്യമര്യാദകളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭക്ഷിക്കുമ്പോഴുമുണ്ട് ചില മര്യാദകൾ. ഇസ്ലാം എല്ലാ വിഷയത്തിലും കൃത്യമായ നിയമങ്ങൾ പറഞ്ഞ മതമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷിക്കുമ്പോൾ എങ്ങനെ ഭക്ഷിക്കണം, എന്ത് ഭക്ഷിക്കണം, അതെല്ലാം ഇസ്ലാമിൽ നിയമമുണ്ട്. നേരത്തെ നമ്മൾ ഭക്ഷിക്കപ്പെടാൻ പറ്റിയ ജീവികളെക്കുറിച്ച്, ഭക്ഷിക്കപ്പെടാൻ പറ്റാത്ത ജീവികളെക്കുറിച്ചും ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് ഭക്ഷണത്തിൻ്റെ മര്യാദകളാണ്. ആദാബുൽ അക്ൽ, ഭക്ഷണ മര്യാദകൾ, ഭോജന മര്യാദകൾ. നമ്മൾ രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ അത് ജമാഅത്തായിട്ട് തന്നെ പരമാവധി നിസ്കരിക്കാൻ ശ്രമിക്കാം. ജമാഅത്തായി നിസ്കരിച്ചില്ലെങ്കിൽ ഒറ്റക്കെങ്കിലും നിസ്കരിക്കാം. എന്നിട്ട് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടാ. അത് ഖുർആനോത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ദിക്റിലോ നിസ്കാരത്തിലോ മറ്റുമായി കഴിഞ്ഞുകൂടാ. വലിയ ഒന്നാണ്. അങ്ങനെ ദിക്ർ, സ്വലാത്ത്, ഖുർആൻ പാരായണം, മറ്റു നിസ്കാരങ്ങൾ ഇങ്ങനെയൊക്കെയായി സുബ്ഹ് കഴിഞ്ഞ് സൂര്യൻ ഉദയം വരെ എല്ലാവരും അങ്ങനെ കഴിഞ്ഞുകൂടുന്നത് വളരെ പുണ്യകർമ്മമാണ്. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ അത് വലിയ ഭാഗ്യമാണ്. അതിനുശേഷം ളുഹ നിസ്കരിക്കാം. പിന്നെ നമ്മൾ ളുഹ നിസ്കരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വലൈഫകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഏതെങ്കിലും വിർദുകളൊക്കെ നമ്മൾ ചൊല്ലി വരുന്ന ദിക്റുകളോ സ്വലാത്തോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലും. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. നോമ്പുകാരൻ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ചായ കുടിക്കുമ്പോൾ മിൻ ഹലാലിൻ ലാ മിൻ ശുബ്അത്തിൻ ഫളലൻ അനിൽ ഹറാം, അത് ഹലാലിൽ നിന്ന് മാത്രമായതായിരിക്കണം നമ്മുടെ ഭക്ഷണം. രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പിന്നെ എല്ലാ ഭക്ഷണവും ഹലാലിൽ നിന്നുള്ളതാകണം. ഹറാമായതോ അല്ലെങ്കിൽ ഹറാമിലേക്ക് സാദൃശ്യമുള്ളതോ ഹറാമാകാൻ സാധ്യതയുള്ളതോ ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഹലാലോ ഹറാമോ എന്ന് ഉറപ്പില്ലാത്തതോ ഒന്നും കഴിക്കാൻ പാടില്ല. പൂർണ്ണമായി ഹലാലായതായിരിക്കണം കഴിക്കേണ്ടത്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കണം. അത് ഭക്ഷണത്തിൻ്റെ ആദ്യത്തെ മര്യാദയിൽപ്പെട്ടതാണ്. ഹലാലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ അമിതമാക്കരുത്. രണ്ടാമത്തെ മര്യാദ. ഭോജനം അമിതമായാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആരോഗ്യപരമായിട്ട്. അതുപോലെ തന്നെ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ട്. അമിതമായി ഭക്ഷിച്ചാൽ ഒക്കെ പ്രശ്നമാണ്. ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. നമുക്ക് ആരോഗ്യത്തിനും അതുപോലെ ഇബാദത്ത് ചെയ്യാനുള്ള ഉന്മേഷത്തിനും മറ്റൊക്കെ ആവശ്യമായത് കഴിക്കുക. ടേസ്റ്റ് ഉണ്ട് എന്ന് കരുതിയിട്ട് പരമാവധി കഴിയുന്നതിലപ്പുറത്തേക്ക് കഴിക്കരുത്. കഴിയുന്നതേ കഴിക്കാൻ പറ്റും. ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് തടി കൂടുമെന്നത്. തടി കൂടിയപ്പോൾ എന്താ പ്രശ്നം? കുറച്ച് വീതി കൂടുമെന്നല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതെ, ചിലപ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടായേക്കാം. ഏതായാലും രണ്ടാമത്തെ വിഷയം, ഹൃദയം ചത്തുപോകും. ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം ചത്തുപോകും എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് ദഹിക്കുകയില്ല. പിന്നെ ഉണ്ടാകുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ ഹിഫ്ള്, ഓർമ്മശക്തി ഇല്ലാതെയാകും. പിന്നെ ആരാധനയെ തൊട്ട് ശരീരം വളരെ ക്ഷീണിക്കും. അങ്ങനെ ആരാധന ചെയ്യാനൊന്നും കഴിയില്ല. കൂടുതൽ ഉറക്കുണ്ടാകും. ഇതൊക്കെ ഭക്ഷണം കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒരു വിഷയം പ്രധാനമായി പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഹലാലായത് മാത്രമേ കഴിക്കാൻ പറ്റൂ. അല്ലാത്തത് കഴിച്ചൂടാ. ശുബ്ഹത്തിൻ്റെ മുതലും കഴിച്ചൂടാ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? അതിൻ്റെ മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് 2 കൈയും കഴിക്കണം. 2 കൈ എന്തിനാ മൊയിലേറെ കഴിക്കണം? ഒരു കൈ കഴിക്കാൻ പോലെ. വലത് കൈ കൊണ്ടല്ലേ കഴിക്കുള്ളൂ, ഇടത് കൈ കൊണ്ട് കഴിക്കില്ലല്ലോ. അതിനെ പറയാം. 2 കൈ കഴുകുന്നത് നമ്മൾ ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ, പപ്പടം പോലത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ ഇടത് കൈ ഉപയോഗപ്പെടുത്തേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ മറ്റു കൈകൾ കൂടെ കഴുകണം. ഭക്ഷണം, നമ്മുടെ കൈകളുടെ അവസ്ഥ ഇപ്പോഴൊക്കെ ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ച സാഹചര്യത്തിൽ പല സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കൈകളുടെ അവസ്ഥകളുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്.
കൈകിട്ടില്ലെങ്കിൽ ഒരു തരം പുഴുക്കൾ നമ്മുടെ കൈകളിൽ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. വലിയ വലിയ പുഴുക്കളാണ്, നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. വലുത് എന്ന് പറഞ്ഞാൽ അത് നാനോസ്കോപ്പ് വഴി നോക്കിയിട്ട് മനസ്സിലാക്കിയതാണ് പലരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ കൈകണം, 2 കൈയും കഴുകണം. പിന്നെ ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലാത്ത ഭക്ഷണം കഴിച്ചുകൂടാ. ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലിയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിൻ്റെ നാമേധേയത്തിൽ മാത്രമാകണം നമ്മളുടെ ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെ ഭക്ഷണത്തിലേക്ക് നോക്കണം, അത് പ്രത്യേകം പുണ്യമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിലൊക്കെ വാട്സപ്പിൽ ഒരു ഭാഗം കൊണ്ട് വാട്സപ്പിലേക്ക് നോക്കുന്നു, മറ്റൊരു കൈ കൊണ്ട് വാട്സപ്പിൽ നോക്കുന്നു, അതോടൊപ്പം തന്നെ ഇടത്തെ കൈ ഫോൺ പിടിക്കുന്നു, വലത്തെ കൈ ഭക്ഷണം കഴിക്കുന്നു. പലരുടെയും അവസ്ഥയാണ്. എന്നിട്ട് വലത് കൈ കൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. പക്ഷേ ഈ ഇടത്ത് കൈയിൽ ഫോണായതിനാൽ ഭക്ഷണത്തിലേക്ക് നോക്കാനോ ഒന്നുമില്ല. ഫോണുള്ളതിലേക്കാണ് കണ്ണു പോകുന്നത്. ഭക്ഷണത്തിലേക്ക് നോക്കണം. നോക്കുമ്പോഴല്ലേ അതിൽ ഈച്ച വീണിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും ജീവികളുണ്ടോ എന്നറിയാൻ, ചത്തുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണോ കാഴ്ചയിൽ തന്നെ മനസ്സിലാകുന്നത്. നോക്കുമ്പോഴല്ലേ, അങ്ങനെ നോക്കൽ അനിവാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ. പിന്നെ അടുത്തുള്ളത് മാത്രം കഴിക്കുക. കുൽമാ എലീക്ക്, നിൻ്റെ അടുത്തുള്ളത് മാത്രം നീ കഴിക്കുക. വളരെ അപ്പുറത്തുള്ളത് ഇങ്ങനെ കഴിക്കണ്ട, അടുത്തുള്ളത് കഴിക്കുക. പിന്നെയോ ബിസ്മി ചൊല്ലണം. നേരത്തെ ഞാൻ പറഞ്ഞു, ഭക്ഷണം നോക്കിയിട്ട് കഴിക്കണം. പരമാവധി ഭക്ഷണം കൈകൊണ്ട് തന്നെ കഴിക്കണം. അഥവാ കൈകൊണ്ട് മുറിച്ചെടുത്ത്, അങ്ങനെ കഴിക്കേണ്ട ഭക്ഷണമാണെങ്കിൽ മുറിച്ചെടുത്ത് കഴിക്കണം. നേരിട്ട് വായയിലിട്ട് പല്ലുകൊണ്ടല്ല മുറിക്കേണ്ടത്, കൈകൊണ്ട് മുറിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കഴിയുമെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കലാണ് നല്ലത്. ഈ കുടിക്കേണ്ടി വന്നാൽ തന്നെ വലത് കൈ കൊണ്ടേ കുടിക്കാൻ പറ്റും. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല, ഇടത് കൈ കൊണ്ട് ചോറ് വയ്ക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഒരു കാര്യവും, മിഠായി പോലും തിന്നാൻ പാടില്ല ഇടത് കൈ കൊണ്ട്. എല്ലാ ഭക്ഷ്യവസ്തുക്കളും വലത് കൈ കൊണ്ട് മാത്രമേ കഴിക്കാൻ പറ്റൂ. ഇടത് കൈ കൊണ്ട് കഴിച്ചാൽ അവന് വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഹൗലുൽ കൗസർ ലഭിക്കൂല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, നിന്ന് ഭക്ഷണം കഴിക്കാനും പാടില്ല, ഇരുന്നിട്ട് കഴിക്കണം. നിന്ന് ഭക്ഷണം കഴിച്ചാൽ അവന് പരീക്ഷിക്കും, മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഹദീസിൽ കാണാം. അങ്ങനെ ഈ നിയമങ്ങളൊക്കെ പാലിച്ച് ഭക്ഷണം കഴിച്ച് ശേഷം അൽഹംദുലില്ലാ എന്ന ദിക്ർ ചൊല്ലണം. അതൊക്കെ എല്ലാവർക്കും അറിയണം, പിന്നെന്തിനങ്ങനെ പറയണത്, എന്നാലും പറയാം. പിന്നെ അൽഹംദുലില്ലാ എന്നതിന് ശേഷം ഭക്ഷണം കഴിഞ്ഞ് 2 കൈയും കഴുകണം. എന്നിട്ടോ 2 കൈയും കഴുകണം, അൽഹംദുലില്ലാ പറയണം. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ സൂറത്തുൽ ഖുറൈശ് കേൾക്കുന്നുണ്ടോ? അത് പലർക്കും അറിയൂല, പലരും ചെയ്യാറുമില്ല. സൂറത്ത് ഖുറൈശ് ഓതൽ പ്രത്യേകം സുന്നത്താണ്. സൂറത്തു ഇഖ്ലാസ് ഭക്ഷണശേഷം മുതൽ സുന്നത്താണ്. സൂറത്തുൽ ഫലഖ് ഭക്ഷണശേഷം മുതൽ സുന്നത്താണ്. സൂറത്തുൽ നാസ് ഭക്ഷ്യശേഷം മുതൽ സുന്നത്താണ്. ഇതൊക്കെ കഴിയുമെങ്കിൽ ഓതാം. എന്നിട്ട് ഓതിയിട്ട് ഭക്ഷണത്തിന് തന്ന അള്ളാഹുവിന് നന്ദി ചെയ്യാം. ഇതൊക്കെയാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട മര്യാദകളായി ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ പരിശുദ്ധ ദീനിൻ്റെ ഖാദിമീങ്ങളായി അല്ലാഹു തആല നമ്മെ നിലനിർത്തുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. റബ്ബേ, അല്ലാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരുമാറാവട്ടെ.